Welcome to Talkies. എല്ലാവർക്കും നമുക്ക് ഒരുപാട് സിനിമ റിലീസ് വെക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ലെങ്കിലും എല്ലാവർക്കും ഓരോ സിനിമയെങ്കിലും നമുക്ക് റിലീസ് വെക്കുന്നുണ്ട്. പക്ഷെ പലരും പല സിനിമയെക്കുറിച്ചും അറിയാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരിക്കില്ല, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ് ഇല്ല, ഹൈപ്പ് ഉണ്ടാവില്ല. ഇതെല്ലാം നോക്കി മാത്രമേ പലരും പല സിനിമയും ശ്രദ്ധിക്കാറുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ സിനിമയും ഒരുപാട് പേരുടെ അധ്വാനമാണ്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലാസ്റ്റ് വീക്ക് റിലീസായ പത്മവ്യൂഹത്തിലെ അഭിമന്യു. ഏതൊരു സിനിമയിലൂടെയും ഓരോരുത്തരും അവരവരുടെ മെസ്സേജ് പാസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് സ്റ്റാർ വാല്യൂസ് ഉണ്ടെന്നൊന്നും പറയാൻ പത്മവ്യൂഹത്തിലെ അഭിമന്യുവിനില്ല. എങ്കിലും അഭിമന്യുവിനെ പോലെ ഒരു രക്തസാക്ഷി ഇനിയും ഉണ്ടാവരുത് എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് ആ സിനിമയിലൂടെ പാസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇന്നും ഒരു ഫിലിം റിലീസിനെത്തുന്നുണ്ട്, മുട്ടായി കള്ളനും മമ്മാലിയും. സോ ടോക്കീസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മുട്ടായി കള്ളനും മമ്മാലിയുമാണ്. ടോക്കീസ് ലെറ്റ്സ് ടോക്ക് സിനിമ. മുട്ടായി കള്ളനും മമ്മാലിയും പേര് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ, പറയാനും നല്ല രസമുണ്ട്. മുട്ടായി കള്ളനും മമ്മാലിയും. ആർട്ട് ഡയറക്ടർ അംബുജാക്ഷൻ നമ്പ്യാർ ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് മുട്ടായി കള്ളനും മമ്മാലിയും. ധർമ്മജൻ, മാമുക്കോയ, രാജീവ് പിള്ള, സോന നായർ, കൈലാഷ്, ബാബു അന്നൂർ തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. അംബുജാക്ഷൻ നമ്പ്യാരുടെ ഭാര്യ ലേഖ അംബുജാക്ഷനാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നത്. സോ സിനിമ എന്തായാലും നല്ല ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ തളിപ്പറമ്പ് ആലിങ്കൽ തിയേറ്റേഴ്സിലാണ്. മുട്ടായി കള്ളനും മമ്മാലിയുടെയും ഫസ്റ്റ് ഷോ ഇവിടെ ആരംഭിക്കാൻ പോവാണ്. സോ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ടോക്കീസ് ലെറ്റ്സ് ടോക്ക് സിനിമ. കുഴപ്പമില്ല, നല്ല ഫിലിമായിരുന്നു. പ്രതിയായിട്ട് അടുത്ത് നിൽക്കുന്ന പോലെ തോന്നി. ഈ പടം കാണാം, നന്നായിട്ട് ഗ്രേറ്റ്. മോശമെല്ലാം നല്ല സിനിമയാണ്, കണ്ടിക്കാൻ രസമുണ്ട്, എല്ലാം കാണുന്നത് നല്ല സിനിമയാണ്. വിജയിക്കട്ടെ. നല്ല സിനിമയാണ്, കണ്ണ് നനഞ്ഞു കുട്ടികൾ കണ്ടു കഴിഞ്ഞാണല്ലോ അത് ഒരു വല്ലാത്ത ഒരു ഇതല്ലേ. നമ്മളൊക്കെ തന്നെ മുതിർന്നവർക്ക് തന്നെ അതിൻ്റെ കാണുമ്പോൾ ഒരു കണ്ണിന്ന് വെള്ളം വരാൻ ഒരു വല്ലാതെ നമ്മളൊക്കെ ഒരു ഇതായിട്ട് തോന്നുന്നു. ഞാൻ അടുത്ത കാലത്ത് കുഞ്ഞുങ്ങളുടെ ഒരു ഫിലിം ഉഷാറായിട്ട് കാണുന്ന ഇപ്പോഴാണ്. ഇത് കുഞ്ഞുങ്ങൾ വളരെ ഇഷ്ടപ്പെടും. അതിൻ്റെ കഥ ശരിക്കും അവർ മനസ്സിലാക്കി കഴിഞ്ഞു. നല്ല സിനിമ തന്നെ, കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. നല്ല സിനിമ തന്നെ. കുട്ടികളുടെ യഥാർത്ഥ ആ ഒരു സാഹോദര്യവും സ്നേഹവും അതുപോലെ തന്നെ പ്രകൃതിയോടുള്ള ആ ഒരു സ്നേഹവും ബന്ധവും എല്ലാം വിളിച്ചോതുന്ന ഒരു ചിത്രം, ഒരു യഥാർത്ഥ ചിത്രം തന്നെ. നല്ല സിനിമ, അടിപൊളി, ഒരു സൂപ്പർ സംഭവം. നല്ല ഇഷ്ടപ്പെടും എല്ലാവരും. കുട്ടികളെ സൗഹൃദവും പ്രകൃതി സ്നേഹമൊക്കെ വളർത്തുന്നു. നല്ലൊരു സിനിമ. ആശയം നന്നായിട്ടുണ്ട്, കുട്ടികൾക്ക് നന്നായിട്ട് ഇണങ്ങി ചേരും. നല്ല പ്രദർശനമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിനിമ കാണാൻ നമ്മുടെ കൂടെ ഒരു സെലിബ്രിറ്റി കൂടി ഉണ്ടായിരുന്നു. സീരിയൽ ആക്ടർ അശോക് കുമാറാണ്. സാറിനോട് ചോദിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു? നമസ്കാരം. ഞാൻ ഈ പടം, അതായത് എൻ്റെ മുമ്പ് പറയാനുള്ളത്, ഒരു ഗുരുനാഥൻ കൂടിയാണ് ഇതിൻ്റെ ഡയറക്ടർ അംബുജാക്ഷൻ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോട് വന്നൊരു സിനിമ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വേറൊരു നമ്മൾ എന്താ പറയുന്നത്, പ്രകൃതിയിൽ ഒരുപാട് സ്നേഹിക്കുന്നൊരു ലെവലിലേക്കാണ് നമ്മുടെ മൈൻഡെല്ലാം പോകുന്നത്. അത്രയും പ്രകൃതിയോട് എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന പ്രകൃതിയിൽ ഒരുപാട് കൂടുതൽ മരങ്ങളുടെയും അതിനെയും കുറിച്ച് ഒരു പറയുന്ന നല്ല സിനിമ. എല്ലാ തരത്തിലും നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ല നമ്മുടെ മരങ്ങളുടെ ഗുണം എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രകൃതിയായിട്ട് ഒട്ടും എന്താ പറയുക. ഇപ്പം നമ്മുടെ കാടും മരങ്ങളും കുന്നുകളെല്ലാം ഇടിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല ആവശ്യമുള്ളൊരു സിനിമയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ കുട്ടികളുടെ ഇടയിലേക്ക് നന്നായിട്ട് അവർക്ക് എന്താണ് പ്രകൃതിയെന്നും എന്താണ് മരങ്ങളെന്നും അല്ലെങ്കിൽ എന്താണ് കുന്നുമ്മൽ, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു പടമാണിത്. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ആ പടത്തിന്.
ഇനിയും നല്ല ഈ സിനിമ നന്നായിട്ട് വിജയിക്കട്ടെ, പ്രത്യേകിച്ച് കുട്ടികൾ ഒരുപാട് കാണട്ടെ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. മുട്ടായിക്കള്ളനും മമ്മാലിയും കുട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു പ്രോഗ്രാമിനു വേണ്ടി സെലിബ്രിറ്റിയെ കൊണ്ടുവരാനായി കേരളത്തിലെത്തുന്ന അനന്തുവിന്റെ കഥയാണ് മുട്ടായിക്കള്ളനും മമ്മാലിയും. വികസനത്തിന്റെ വഴിയെ കുതിക്കുമ്പോൾ മരവിക്കുന്ന പ്രകൃതിയുടെ അവസ്ഥ കാണുന്ന അനന്തു തന്റെ കുട്ടിക്കാലവും തന്റെ പ്രിയ സുഹൃത്ത് മമ്മാലിയെക്കുറിച്ചും ഓർക്കുകയാണ്. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ചെടിയും മരങ്ങളുമെല്ലാം ജീവിജാലങ്ങളാണെന്നും ഔഷധ ഗുണമില്ലാത്ത ഒരു മരമോ ചെടിയോ ഭൂമിയിലില്ലെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സിനിമ. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ആഴവും ചിത്രം കാണിച്ചു തരുന്നുണ്ട്. മാസ്റ്റർ പ്രിൻസും മാസ്റ്റർ ആകാശുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. മമ്മാലിയായി എത്തുന്ന പ്രിൻസ് തന്റെ കഥാപാത്രം മികച്ചതാക്കി. മാസ്റ്റർ ആകാശും അനന്തു എന്ന കഥാപാത്രത്തെ നന്നായി കൈകാര്യം ചെയ്തു. ക്രൂരനായ ഇളയപ്പയായി എത്തിയ ബാബു അന്നൂർ ഒരു പിടി മുകളിൽ തന്നെയായിരുന്നു. വേണുമാഷായി എത്തിയ ഷഫീഖും സോന നായരും അവരുടെ റോൾ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ധർമ്മജൻ ബോൾഗാട്ടി, മാമുക്കോയ, രാജീവ് പിള്ള, കൈലാഷ്, ബേബി മാനസ തുടങ്ങിയവർ ചെറിയ വേഷങ്ങളായിരുന്നുവെങ്കിലും നന്നായിരുന്നു. പഴയ മലയാള സിനിമയെ ഓർമ്മിപ്പിക്കുന്ന മലയാള തനിമയുള്ള ഒരു പിടി നല്ല ഗാനങ്ങളും സിനിമയിലുണ്ട്. രതീഷ് കണ്ണനും ലേഖ അംബുജാക്ഷനുമാണ് മ്യൂസിക് ചെയ്തത്. റെജി ജോസഫും അർഷാദും ചേർന്നാണ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ലോ ബഡ്ജറ്റ് മൂവിയുടെ പോരായ്മകൾ സിനിമയ്ക്കുണ്ട്, എങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മുട്ടായിക്കള്ളനും മമ്മാലിയും. മുട്ടായിക്കള്ളനും മമ്മാലിക്കും ടോക്കീസ് നൽകുന്നു 2.5 റേറ്റിംഗ്. മാർച്ച് ലാസ്റ്റ് വീക്കോടെ എക്സാം ഒക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് സിനിമകൾ എത്തുന്നുണ്ട്. ആ സിനിമകളെല്ലാം ടോക്കീസിൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ഐശ്വര്യ ടോക്കീസ്. ലെറ്റ്സ് ടോക്ക് സിനിമ.